ഇവിടെ രണ്ട് അലമ്പ് ചെക്കന്മാര് കോളേജിലേക്ക് പോകുന്ന ഒരു പെണ്ണിനെ സൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പെണ്ണും ബസ് സ്റ്റോപ്പിൽ അവളുടെ ഫ്രണ്ടിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലൊരു പയ്യൻ ബൈക്കിൽ വന്ന് നിനക്ക് എന്നെ ഇഷ്ടമില്ലല്ലേ എന്ന് പറഞ്ഞ് കയ്യിലുള്ള ആസിഡ് എടുത്ത് അവളുടെ മുഖത്തേക്ക് വെച്ചു. അവളെ ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വന്ന പോലീസും ആരെങ്കിലും അത് ചെയ്യുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. ആ കൂട്ടത്തിലുള്ള ഒരു സ്കൂൾ കുട്ടി മാത്രം ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. ആളെയും കാണിച്ചു കൊടുത്തു. പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ പുറത്തും വന്നു. ആ സ്കൂൾ കുട്ടിയെ കണ്ടെത്തി മുഖത്തൊരു വെട്ടും വെട്ടി വിട്ടു. അക്കിറയും പേടിച്ചോടി വന്നു. ഇത് കണ്ട അവളുടെ അച്ഛൻ അവളെ ഒരു അക്കാഡമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പെൺകുട്ടികളെല്ലാം ഭരതനാട്യവും ആൺപിള്ളേരെല്ലാം കറാട്ടയുമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അവളുടെ അച്ഛൻ അവളെ കറാട്ട ക്ലാസ്സിന് ചേർത്തു. നല്ലോണം ട്രെയിനിങ് ചെയ്തു. ഇപ്പൊ ആസിഡ് മുഖത്ത് വെച്ച് പെണ്ണിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവളുടെ മുഖം കണ്ട എല്ലാവരും പേടിച്ചു പോയി. ഇതേപോലെ ആസിഡ് അറ്റാക്ക് നേരിട്ട ബാക്കി പിള്ളേരെ അവളെ സപ്പോർട്ട് ചെയ്തു. ഇതെല്ലാം ആ ചെറിയ കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ അലമ്പ് ചെക്കന്മാർ ഇപ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ തന്നെ ഉണ്ട്. ഇത് കണ്ട അക്കിറക്ക് ദേഷ്യം വന്നു. അവരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ പെണ്ണിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചവൻ ബൈക്കിൽ ഒളിച്ചു വെച്ച ആസിഡ് അവളുടെ മുഖത്തേക്ക് ഒഴിക്കാൻ നോക്കി. അവൾ ആസിഡ് അവന്റെ മുഖത്തേക്ക് തന്നെ ഒഴിച്ചു. അതോടെ ആ കേസിൽ അറസ്റ്റായ അക്കിറയും 3 വർഷം ജയിലിലിട്ടു. അതിനുശേഷം അവൾക്ക് എന്ത് പ്രശ്നം വന്നാലും സെൽഫ് ഡിഫൻസിനായി അവൾ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി.